ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. ഐ ഫീൽ സോ ബോർഡ് ഹിയർ. ഇത് വിട്ടിട്ട് മറ്റെന്തെങ്കിലും ജോലി നോക്കിക്കൂടെ കിരൺ? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, ഐ എം ഫീലിംഗ് സ്ലീപ്പി. ബൈ, ഗുഡ് നൈറ്റ്. ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം നടത്തി തരുമെന്ന് ഇത്ര ആത്മാർത്ഥമായി എങ്ങനെയാ നിഷു നീ റിക്വസ്റ്റ് ചെയ്യുന്നത്? നടക്കുമോ നടക്കാതിരിക്കോ എന്തേലും ആവട്ടെ, മടുത്തു. എന്നെയോ? ജനറലി. ഇങ്ങനെ ഡാസ്പാവല്ലേ, മൂട് പോവും. അല്ലെങ്കിലും ഈ ഇടപാട് കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. Why? കിരൺ നാളെ മുതൽ കുറച്ച് ദിവസം ലീവിലാ. മൈ പേരൻസ് ആർ കമ്മിങ് ഡേ ആഫ്റ്റർ ടുമോറോ ഫോർ 1 month വിസിറ്റ്. അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ കിരൺ നാട്ടിലേക്ക് പോവും അമ്മയെ കാണാൻ. ഓ, അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്. അവനെന്ത് പണിയാ ഈ കാണിക്കുന്നേ? എന്തോ എങ്ങനെ? അവൻ പോയി കഴിഞ്ഞ് വി വിൽ മേക്ക് ഇറ്റ് ഇൻ മൈ പ്ലേസ് ഡ്യൂറിങ് ഡേ ടൈം. ഞാനൊരു ഫ്ലാറ്റ് റെന്റിന് എടുക്കുന്നുണ്ട്, സിംഗിൾ അക്കോമഡേഷൻ. ഇതെന്താ ലോക്ക്ഡ് ആണോ? അത് ഡാഡി മമ്മിയുടെയും ബെഡ്റൂമാ. താക്കോൽ അവരുടെ കയ്യിലാ. ഞാൻ ഫ്രണ്ട്സിന് കൊണ്ടുവന്ന് അലമ്പാക്കുമെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുക. നമുക്ക് കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ 2 bedroom പോരെ? മതി, ധാരാളം. കമോൺ, ദിസ് ഈസ് മൈ ബെഡ്റൂം നൗ. പിൽക്കാലത്ത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നറിയപ്പെടും. ഇതെങ്ങനെ ഒപ്പിച്ചു? ഓ, സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ താൻ അറിയാതെ എൻ്റെ മൊബൈൽ എടുത്ത ഫോട്ടോയായത്. ബാക്കി ഫോട്ടോഷോപ്പ് എപ്പടി? ബ്യൂട്ടിഫുൾ. ശരി, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ അത്? നോ. ഗിറ്റാർ വായിക്കോ? കുറച്ചൊക്കെ. എനിക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യോ പ്ലീസ്? ഐ വിൽ ട്രൈ. ഇറ്റ്സ് ഓസം. താങ്ക് യു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. എനിക്കിതൊന്നും പഠിക്കാനുള്ള അവസരമേ ഉണ്ടായിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? അത്ര ആഗ്രഹങ്ങളൊന്നും നമ്മൾ മരിച്ചാലും നമ്മളെ വിട്ടു പോവില്ല. ഇറ്റ്സ് സോ സിമ്പിൾ സ്നേഹ. താൻ ഇവിടെ ഇരിക്കി, ഐ വിൽ ടീച്ച് യു. ഫീസ് തരണം. തൊടും കരളിൽ തേൻമാരി തൻ കണം അണിമയ നിമിഷം മിതാ അസുലഭ മധുരം മിതാ ഹൃദയം നിലാമയം സവിധം രാഗാർദ്രയായി ഞാൻ